ഹലോ, വണക്കം, നമസ്കാരം. ഞാൻ ശ്രീവത്സൻ. നിസർഗ ഓർഗാനിക്സിലേക്ക് സ്വാഗതം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ജൈവവളം എന്ന് കേൾക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ഒരു 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ് കമ്പനി? ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതാണോ? അല്ല. നിസർഗ ഓർഗാനിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ കമ്പനീസ് ആക്ട് 2013 ആൻഡ് റൂൾ 18 ഓഫ് കമ്പനീസ് റൂൾ 2014 അടിസ്ഥാനപ്പെടുത്തി കേന്ദ്ര ഗവൺമെന്റിന്റെ, സെൻട്രൽ ഗവൺമെന്റിന്റെ ആണല്ലോ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, അതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണ് മെയ് മാസം 12 തീയതി 2023. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല്, എന്താണ് ഈ വളം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? യെസ്, ജൈവവളം എന്ന് പറഞ്ഞാൽ ആർക്കും ഇന്നിപ്പോ നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം 50,000-ൽ പരം ബ്രാൻഡുകൾ ജൈവവളം എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ എത്ര എണ്ണം ഉണ്ട് അതിൽ യഥാർത്ഥത്തില് ത്രൂ പ്രോപ്പർ ചാനൽ വന്ന അപ്രൂവലോട് കൂടിയിട്ട്? അത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിസർഗയുടെ ജൈവവളം എന്ന് പറഞ്ഞാൽ ജോയിന്റ് അഗ്രികൾച്ചറൽ ഓഫീസ്, അല്ലെന്നുണ്ടെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചറൽ, തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെന്റ് അംഗീകരിച്ച് തന്നിരിക്കുന്ന, നമുക്ക് വളരെ സ്ട്രിക്റ്റ് ആൻഡ് സ്ട്രിഞ്ചന്റ് പോളിസീസ് നമ്മൾ 1 by 1 ആയിട്ട് പാലിച്ചു പോന്ന് നമുക്ക് കിട്ടിയ ലൈസൻസോട് കൂടിയിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് രീതിയാണ് നമ്മുടെ നിസർഗ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ ആ ലൈസൻസോട് കൂടിയിട്ടുള്ള വളമാണ് നമ്മൾ നിങ്ങളിൽ ഓരോരുത്തരുടെ കയ്യിലും എത്തിക്കുന്നത്. നമ്മൾക്ക് സ്വന്തമായിട്ടൊരു ഫാക്ടറി ഉണ്ട്, പൊള്ളാച്ചിയിലാണ് ഇതിന്റെ മാനുഫാക്ചറിങ് നടക്കുന്നത്. ഈ വളത്തിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള, അതായത് പ്രാരംഭ ദശയിൽ തൊട്ട് ഇതിൻ്റെതായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള കംപ്ലീറ്റ് വശങ്ങൾ, സയന്റിഫിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതിന്റെ നിർദ്ദേശങ്ങളും അഡ്വൈസസും ഓരോരോ ഫോർമുലേഷൻസും എൻറ്റയർ തിങ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള ഒരു മെന്റർ എന്ന് പറയുന്നത് ഒരു ശാസ്ത്രജ്ഞൻ കൂടിയായ ഡോക്ടർ ശിവപ്രസാദ് സാറാണ്. ഏവർക്കും ആരാധ്യനായ, കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള അദ്ദേഹം കാർഷിക സർവകലാശാലയിൽ നിന്ന് ഓർഗാനിക് വിഭാഗം തലവനായിട്ട് റിട്ടയർ ചെയ്ത് ഇപ്പോ ഇന്ത്യ കൂടാതെ മറ്റു പല രാജ്യങ്ങളിലും ഒരു അഗ്രികൾച്ചറൽ അല്ലെങ്കിൽ ഓർഗാനിക് ഫാമിംഗ് അല്ലെങ്കിൽ ഓർഗാനിക് ഫെർട്ടിലൈസർ കൺസൾട്ടന്റ് ആയിട്ട് പല രാജ്യങ്ങളും അദ്ദേഹത്തെ ക്ഷണിച്ച് ആ ഒരു ഫീൽഡിലാണ് അദ്ദേഹം ഇപ്പൊ പൂർണ്ണമായിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു ബ്ലെസ്സിങ് ആണ്. അദ്ദേഹമാണ് നമുക്ക് ഇന്നലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത്, ഇന്ന് പറഞ്ഞു തരുന്നത്, ഇനി അങ്ങോട്ടും പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നതും, എല്ലാ ഉപദേശങ്ങളും എല്ലാ നിർദ്ദേശങ്ങളും. അപ്പോ അതാണ് ആ വളത്തിന്റെ പ്രാധാന്യം. നമ്മൾ എത്രമാത്രം പ്രാധാന്യത്തോട് കൂടിയിട്ടാണ് അത് എടുക്കണേന്ന് മനസ്സിലാക്കണം. ഇനി മൂന്നാമത്തെ, നമ്മളുടേതായിട്ടുള്ള ഈ വളവും ഈ കമ്പനിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഇതൊരു സർപ്രൈസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, എല്ലാവർക്കും ഒരു ചെറിയൊരു ഓക്വേർഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് തോന്നാം. പക്ഷെ എന്താന്ന് വെച്ചാല്, പല കമ്പനികളും, അതായത് 85% ഓഫ് കമ്പനീസ് എന്താ ചെയ്യണേന്ന് വെച്ചാല്, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വളങ്ങൾ മേടിച്ച് അവരവരുടേതായിട്ടുള്ള ബ്രാൻഡ് അതിൽ ലേബൽ ചെയ്ത് അത് മാർക്കറ്റിലേക്ക് അയക്കുന്നു. പക്ഷെ നിസർഗ അങ്ങനെയല്ല. നമ്മളുടേതായിട്ടുള്ള സ്വന്തം ഫാക്ടറി, ഞാൻ നേരെ സൂചിപ്പിച്ച പോലെ, ആ ഫാക്ടറിയിൽ ഓരോരോ റോ മെറ്റീരിയൽസും നമ്മൾ വളരെ കൃത്യമായിട്ട്, കണിശമായിട്ട് നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഗുണനിലവാരം ചെക്ക് ചെയ്ത് അതിനെ പ്രോസസ്സിങ്ങിലേക്ക് ആക്കുന്നു. ഓരോ പടിപടിയായിട്ടുള്ള പ്രോസസ്സിങ്ങിലും അതിൻ്റെതായിട്ടുള്ള സൂപ്പർവിഷൻസ്, മേൽനോട്ടങ്ങൾ വളരെ ശക്തമായിട്ട് തന്നെ പൊള്ളാച്ചി ഫാക്ടറിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, നമ്മുടെ ഫാക്ടറിയിൽ ആർക്ക് വേണമെങ്കിലും വിസിറ്റ് ചെയ്യാം. അതൊരു തുറന്ന പുസ്തകം പോലെയാണ്. ഓക്കെ, അവിടെ എന്തൊക്കെയാണ് ഉപയോഗിക്കണം, എങ്ങനെയൊക്കെയാണ്, എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടേതായിട്ടുള്ള നിസർഗ ഓർഗാനിക്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഒരു രത്ന ചുരുക്കം. നമ്മൾ പ്രധാനമായിട്ടും 7 തരത്തിലുള്ള വളങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, സ്റ്റാൻഡേർഡ്, അതായത് വളരെ എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു പ്രൈസിൽ എല്ലാ ചെടികൾക്കും, എല്ലാ വിളകൾക്കും, എല്ലാത്തരം ഓർഗാനിക് ഫാമിങ്ങിനും അത് ഉപയോഗിക്കാം വളരെ എക്കണോമിക്കലായിട്ട്. അടുത്തെന്ന് പറഞ്ഞാൽ നിസർഗ സുപ്പീരിയർ, കുറച്ചും കൂടി ഉയർന്ന തലത്തിൽ നമുക്ക് ഈ പറഞ്ഞ കോമൺ ജനറൽ പർപ്പസ് എന്നുള്ള രീതിയിൽ. പിന്നെ അടുത്തത് നമുക്ക് പ്രീമിയം. ഈ നേരത്തെ പറഞ്ഞ എല്ലാം 5 കിലോ, 10, 20 കിലോ, 50 കിലോന്റെ 3 ബാഗുകളിലായിട്ടാണ് വരുന്നത്. പ്രീമിയം എന്ന് പറയുന്നത് നമുക്ക് 1 കിലോന്റെയും 5 കിലോന്റെയും മാത്രമാണ്. അതിന് പ്രത്യേകിച്ച് അതിന് മറ്റേ ഒരു വളത്തിൻ്റെതായിട്ടുള്ള ഒരു സ്മെല്ലൊന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. അത് ന്യൂട്രലൈസ്ഡ് ആയിരിക്കും അതിന്റെ സ്മെല്ല്. അതുകൊണ്ട് തന്നെ അത് ഇൻഡോർ പ്ലാന്റ്സിന് വളരെയധികം അനുയോജ്യമാണ്. റൂഫ് ടോപ്പിലെ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അത് കുറച്ച് ആ പ്രീമിയം ലെവൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. പിന്നെ കോക്കനട്ടിന് വേണ്ടിയിട്ട് മാത്രം, അതായത് തെങ്ങിന് വേണ്ടിയിട്ട് മാത്രം
ജാതി തൈകൾക്ക് വേണ്ടിയിട്ട് മാത്രം, പിന്നെ വാഴയ്ക്ക് വേണ്ടിയിട്ട് മാത്രം. നിസർഗ കോക്കനട്ട്, നിസർഗ പേൾ അതായത് നട്ട്മെഗിന് വേണ്ടിയിട്ട്, പിന്നെ നിസർഗ നമ്മുടെ ബനാന, പിന്നെ നിസർഗ പ്യുവർ കൗഡങ് പൗഡർ അതായത് അസല് ചാണകപ്പൊടി, വളരെ പ്യുവർ ആയിട്ടുള്ളത്. അത് 1 കിലോ, 5 കിലോ, 20 കിലോ, 50 കിലോ ബാഗിലാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്നത്. അപ്പൊ ഇത്രയും പ്രാരംഭത്തിൽ നിങ്ങൾ നിസർഗയെ കുറിച്ച് അറിഞ്ഞിരിക്കൂ. പിന്നെ നമ്മളുടേതായിട്ടുള്ള ഫേസ്ബുക്ക് ഉണ്ട്, നമ്മളുടേതായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം ഉണ്ട്. ആ ലിങ്ക് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതിലെല്ലാം പോയി നിങ്ങൾ നോക്കി, നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഇതിപ്പോ ജൈവവളവും രാസവളവും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിക്കുമ്പോൾ, നമ്മുടെ ആയുർവേദ ചികിത്സയും ഇംഗ്ലീഷ് മരുന്നിന്റെ ചികിത്സ എങ്ങനെയാണ് എന്നുള്ള ഒരു ഉദാഹരണം ഓരോരുത്തരും നോക്കി മനസ്സിലാക്കി വച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാം എന്താണ് ജൈവവളം, എന്താണ് രാസവളം. ഇനി നമ്മളുടേതായിട്ടുള്ള ഒരു സാമൂഹിക പ്രതിബദ്ധത ഉപയോഗിച്ച് നമുക്ക് ഓരോരുത്തർക്കും തീരുമാനിക്കാം, നമുക്ക് രാസവളം ഉപയോഗിക്കണോ ജൈവവളം ഉപയോഗിക്കണോ. കാരണം രാസവളം ഉപയോഗിച്ച് നമ്മളും നമ്മളുടേതായിട്ടുള്ള ഇനി വരുന്ന തലമുറ കൂടി പല പല രോഗാവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു, എത്തിക്കൊണ്ടിരിക്കുന്നു, ഇനി എത്തിക്കൊണ്ടേയിരിക്കും. പക്ഷെ മറ്റേതെന്ന് പറഞ്ഞാൽ ജൈവവളം എന്ന് പറഞ്ഞാൽ മണ്ണിനെ ഫലഭൂയിഷ്ടമാക്കുകയാണ്. അതായത് 35-40 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കാരണവന്മാര് എന്താണ് ചെയ്തിരുന്നത്, ഏത് രീതിയിലാണ് മണ്ണിനെ അതിൻ്റെതായിട്ടുള്ള ആ ഒരു ഫലഭൂയിഷ്ഠതയോട് കൂടിയിട്ട് നിലനിർത്തിയിരുന്നത്, ആ ഒരു രീതി തിരിച്ച് പിടിക്കുക എന്നുള്ളതാണ് നിസർഗ ഓർഗാനിക് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം.